നമസ്കാരം. ചുരത്തിൽ നരകയാതന അനുഭവിച്ച് യാത്രക്കാർ. പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരത്തിൽ ബസ് തകരാറിലായതിനെ തുടർന്ന് 5 മണിക്കൂറിലേറെ ഗതാഗത തടസ്സം. ദീർഘദൂര യാത്രക്കാർ വലഞ്ഞു. ആശുപത്രികളിലേക്കും ട്രെയിൻ, എയർപോർട്ട് ആവശ്യങ്ങൾക്കുമുള്ളവർ പെരുവഴിയിലായത് മണിക്കൂറുകൾ. ചുരത്തിലകപ്പെടുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സംവിധാനമൊരുക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴായി. തളിപ്പുഴയിൽ വാഹനാപകടം, കാർ യാത്രക്കാർക്ക് പരിക്ക്. മാനന്തവാടി KSRTC ഡിപ്പോയിലെ റിസർവേഷൻ കൗണ്ടർ പൂട്ടിയത് യാത്രക്കാരെ വലയ്ക്കുന്നു. കൗണ്ടർ പൂട്ടിയത് ബുക്കിംഗ് കുറവാണെന്ന കാരണത്താൽ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യം. വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ആറാട്ട് മഹോത്സവം സമാപനത്തിലേക്ക്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ കാവിലേക്ക് ഒഴുകിയെത്തി. കാവും പരിസരവും ജനസാഗരമാകും. റംസാൻ വ്രതാനുഷ്ഠാനം പരിസമാപ്തിയിലേക്ക്. റംസാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക്. നോമ്പിലൂടെയും മറ്റ് ആരാധനകളിലൂടെയും ആർജിച്ചെടുത്ത ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. മദ്യലഹരിയിൽ യുവാവ് 4 പേരെ വെട്ടിക്കൊന്നു. കർണാടക പൊന്നംപേട്ടയിലാണ് സംഭവം. ഉണ്ടിക്കപ്പറമ്പ് ഉന്നതിയിലെ കുടുംബാംഗങ്ങളായ 4 പേരെയാണ് യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതി ഉണ്ടിക്കപ്പറമ്പ് കോളനിയിലെ ഗിരീഷിനെ തലപ്പുഴ 43-ൽ വെച്ച് പോലീസ് പിടികൂടി. ഇന്നലെ അർദ്ധരാത്രിയാണ് പ്രതിയുടെ 2ാം ഭാര്യ നാഗിയുടെ മകൾ കാവേരി, ഭാര്യയുടെ അച്ഛൻ കരിയൻ, ഭാര്യയുടെ അമ്മ ഗൗരി എന്നിവരെ ഗിരീഷ് വെട്ടിക്കൊലപ്പെടുത്തിയത്. തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തലപ്പുഴ SI T അനീഷ്, തലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് SI G അനിൽ, തലപ്പുഴ സ്റ്റേഷൻ CPOമാരായ അലി, ഷക്കീർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. താമരശ്ശേരി ചുരത്തിൽ ബസ് തകരാറിലായതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിട്ടു. 6ാം വളവിൽ ബാംഗ്ലൂർ കോഴിക്കോട് സർവീസ് നടത്തുന്ന ബസ്സാണ് കുടുങ്ങിയത്. പുലർച്ചെയാണ് ബസ് കുടുങ്ങിയത്. 10:30യോടെ ബസ് വളവിൽ നിന്നും നീക്കിയെങ്കിലും ഗതാഗത തടസ്സം പൂർണ്ണമായും പരിഹരിക്കാൻ മണിക്കൂറുകളെടുത്തു. വീതി കുറഞ്ഞ വളവിലാണ് ബസ് കുടുങ്ങിയത്. അവധിക്കാലമായതോടെ ഇനി വാഹന തിരക്ക് വർദ്ധിക്കാനിടയുണ്ട്. അതിനാൽ തന്നെ വാഹനങ്ങൾ ഇത്തരത്തിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. തളിപ്പുഴയിൽ ബസും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്ക്. താമരശ്ശേരി അണ്ടോണ സ്വദേശി സജീദിനാണ് പരിക്കേറ്റത്. അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും കാർ ഓടിച്ച സജീദിനെ പുറത്തെടുക്കാൻ ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ശ്രമിച്ചെങ്കിലും ഫലം കാണാതായതോടെ കൽപ്പറ്റ ഫയർഫോഴ്സ് എത്തിയാണ് ഇദ്ദേഹത്തെ പുറത്തെടുത്തത്. പരിക്കേറ്റ സജീദിനെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC മാനന്തവാടി ഡിപ്പോയിലെ റിസർവേഷൻ കൗണ്ടർ പൂട്ടിയത് യാത്രക്കാരെ വലയ്ക്കുന്നു. കൗണ്ടർ പൂട്ടിയത് ബുക്കിംഗ് കുറവാണെന്ന കാരണത്താൽ ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ സംസ്ഥാനത്തെ 26 KSRTC റിസർവേഷൻ കൗണ്ടറുകൾ പൂട്ടാനുള്ള KSRTC ഉത്തരവിനെ തുടർന്നാണ് മാനന്തവാടി ഡിപ്പോയിലെ റിസർവേഷൻ കൗണ്ടറും പൂട്ടിയത്. ഇതു സംബന്ധിച്ച് KSRTC ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ ഉത്തരവ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർമാർക്ക് ലഭിച്ചത്. മാസത്തിൽ 500 യാത്രാ ബുക്കിംഗ് ഇല്ലാത്ത കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് മാനന്തവാടി ഡിപ്പോ റിസർവേഷൻ കൗണ്ടറും പൂട്ടിയത്. കേന്ദ്രങ്ങൾ പൂട്ടുന്നതിന് വേണ്ടി KSRTC ഉത്തരവിട്ടതിന്റെ ഭാഗമായി മാനന്തവാടിയിലെ KSRTC റിസർവേഷൻ കേന്ദ്രം പൂട്ടിയിരിക്കുകയാണ്. അന്യ സംസ്ഥാനത്തേക്ക് വിദ്യാഭ്യാസത്തിനും മറ്റു ആവശ്യങ്ങൾക്കും യാത്ര ചെയ്യുന്ന ആളുകളും തെക്കൻ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളും കൂടുതലായി ആശ്രയിക്കുന്ന ഈ റിസർവേഷൻ കേന്ദ്രം പൂട്ടിയത് വഴി മാനന്തവാടിയിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലേക്കാണ് പോകുന്നത്. KSRTCക്ക് അധിക ബാധ്യത ഇല്ലാത്ത രീതിയിൽ ഈ റിസർവേഷൻ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ KSRTC ഭാഗത്തുനിന്നുണ്ടാവണം. KSRTCയുടെ വിവിധ പാസുകൾ ഉപയോഗിക്കുന്നവരെയും സ്ഥിരം യാത്രക്കാരെയും ഉൾപ്പെടെ ഒട്ടേറെ പേരെയാണ് ഉത്തരവ് പ്രതിസന്ധിയിലാക്കിയത്. KSRTCയുടെ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യുവജന സംഘടനകൾ വ്യക്തമാക്കി. പാസ് ഉപയോഗിച്ചുള്ള റിസർവേഷനുകളടക്കം ഇനി കിലോമീറ്ററുകൾ അകലെയുള്ള ബത്തേരിയെയും കൽപ്പറ്റയെയുമാണ് മാനന്തവാടിക്കാർക്ക് ഇനി ആശ്രയിക്കേണ്ടി വരിക. മലനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ആറാട്ട് മഹോത്സവത്തിന് ഇന്ന് പുലർച്ചെ സമാപനമാകും. ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യജില്ലകളിൽ നിന്നും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ കാവിലേക്ക് ഒഴുകിയെത്തി. ഇതോടെ വള്ളിയൂർക്കാവ് ജനസാഗരമായി. മാർച്ച് 14-ന് പള്ളിയറ ക്ഷേത്രത്തിൽ നിന്നും വള്ളിയൂരമ്മയുടെ തിരുവായുധമായ വാൾ എഴുന്നള്ളിച്ചതോടെയാണ് വള്ളിയൂർക്കാവ് മഹോത്സവത്തിന് തുടക്കമായത്.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മീനം 1 മുതൽ തന്നെ വള്ളിയൂർക്കാവിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വള്ളിയൂർക്കാവിൽ ഉത്സവത്തിൻ്റെ 7ാം നാളാണ് കൊടിയേറ്റം. മേലേക്കാവിൽ ആദ്യനാൾ മുതൽ തന്നെ അനുഷ്ഠാന കലകളും അരങ്ങേറിയിരുന്നു. കാവിലെ ഒപ്പനവരവും വളരെ പ്രസിദ്ധമാണ്. ഉത്സവം ആരംഭിക്കുന്നതോടെ വള്ളിയൂർക്കാവിൽ പാട്ടുപുരയും സജീവമാകും. കളമെഴുത്തുപാട്ടും ഒപ്പന ദർശനവും കോലം കുറയുമെല്ലാം നടക്കുന്നത് താഴേക്കാവിലാണ്. ഇന്ന് വൈകിട്ടോടെ ചിറക്കര, ജസ്സി, തലപ്പുഴ, തേറ്റമല, കൂളിവയൽ, ഒണ്ടയങ്ങാടി, നാഗത്താൻകാവ്, കമ്മന തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള അടിയറവുകൾ വള്ളിയൂർക്കാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ നടക്കുന്ന കോലം കുറയോടെയാണ് ഉത്സവം സമാപിക്കുക. മലനാട് ന്യൂസ്, മാനന്തവാടി. വള്ളിയൂർക്കാവിൽ കാഴ്ചകൾ അർപ്പിക്കാൻ കിലോമീറ്ററുകൾ താണ്ടി കർണാടകയിലെ മത്സ്യത്തൊഴിലാളികൾ. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനാണ് 20 വർഷമായി ഇവർ ആചാരം തുടരുന്നത്. കർണാടക ഹുൻസൂർ താലൂക്കിൽ ഹണ്ണക്കുടി ഒബ്ലി എന്ന ഗ്രാമത്തിൽ നിന്ന് 80 കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് 50ലേറെ മത്സ്യത്തൊഴിലാളികൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി വള്ളിയൂർക്കാവിലെത്തിയത്. കാവേരി ലക്ഷ്മൺ തീർത്ഥ നദീതീരത്ത് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവരാണിവർ. കൂടുതൽ മീൻ കിട്ടാനും തൊഴിലിനിടയിൽ അപകടം സംഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് ഇവർ കാഴ്ചകൾ സമർപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം മീൻ പിടിക്കുന്ന തൊഴിലാണ് നമ്മുടെ. കർണാടകയാണ് നാട്. അപ്പോൾ ഈ വയനാട്ടിൽ മീൻ പിടിക്കാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സ്വപ്നത്തിൽ ദൈവം വന്നിട്ട് ഇങ്ങനെ പൂജ ചെയ്താൽ നിങ്ങൾക്ക് മീനൊക്കെ കിട്ടുമെന്നുള്ളൊരു നമുക്കൊരു തോന്നൽ. അപ്പോൾ നമ്മുടെ കാരണവർ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് പണ്ട് ഈ അമ്പലം ഇല്ലാതെ ചെറിയ അമ്പലമായിരുന്നു. അപ്പോൾ ആ പൂജ ഇങ്ങനെ നടത്തപ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല ഉപകാരം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദുർഗാമേശ്വരി നമ്മളിങ്ങനെ നമ്മളെല്ലാം നമ്മൾ കുടുംബക്കാർ എത്ര പേരുണ്ടാലും 100-200 പേര് മേലെ ഉണ്ട്. ഒരാൾക്ക് ഒരു കൊന വെച്ചിട്ട് 100 കണക്കിൽ വാഴക്കൊന കൊണ്ടിട്ട് പൂജ ചെയ്യും. 20 വർഷമായി മുടക്കമില്ലാതെ ആചാരം നടത്തുന്നുണ്ടവർ. ഒരു വീട്ടിൽ നിന്ന് ഒരു വാഴക്കുലയാണ് സമർപ്പിക്കുക. ഇതോടൊപ്പം തേങ്ങയും എണ്ണയും സമർപ്പിക്കുന്നവരുമുണ്ട്. ഉൽപ്പന്നങ്ങൾ പ്രത്യേകം പൂജയ്ക്ക് ശേഷമാണ് കാവിൽ സമർപ്പിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് മീൻ പിടിക്കാൻ വയനാട്ടിലെത്തിയപ്പോൾ കൂട്ടത്തിലൊരാൾക്കുണ്ടായ സ്വപ്നത്തെ തുടർന്നാണ് ഇവർ ഈ ആചാരം തുടങ്ങിവെച്ചത്. വള്ളിയൂർക്കാവിൽ നേർച്ച സമർപ്പിച്ചാൽ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നായിരുന്നു സ്വപ്നത്തിൽ ലഭിച്ച വെളിപാട്. ഓരോ വർഷവും വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് കാഴ്ചകൾ സമർപ്പിച്ച് ഇവർ തിരിച്ചു പോവുക. മലനാട് ന്യൂസ്, മാനന്തവാടി. റംസാൻ വ്രതാനുഷ്ഠാനം പരിസമാപ്തിയിലേക്ക്. റംസാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വലിയ തിരക്കാണ് മസ്ജിദുകളിൽ അനുഭവപ്പെട്ടത്. ഇമാമുമാർ ജുമുഅ പ്രഭാഷണത്തിൽ റംസാൻ മാസത്തിന് വിട ചൊല്ലി. നോമ്പിലൂടെയും മറ്റ് ആരാധനകളിലൂടെയും ആർജിച്ചെടുത്ത ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു. റംസാൻ വ്രതകാലത്തിന് പരിസമാപ്തിയാവുകയാണ്. വിശ്വാസികൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. റംസാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന് ഇരട്ടി പ്രാധാന്യമുണ്ട്. റംസാനിലെ അവസാന വെള്ളിയാഴ്ചയാണ് റംസാന് ഇമാമുമാർ സലാം ചൊല്ലുക. ജുമുഅ പ്രഭാഷണത്തിലാണ് റംസാനും പ്രത്യേക നമസ്കാരമായ തറാവീഹിനും ഇമാമുമാർ സലാം ചൊല്ലിയത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി റംസാനിൽ അവശേഷിക്കുന്നത്. ഒരു മാസക്കാലത്തെ നോമ്പനുഷ്ഠാനത്തിലൂടെയും രാത്രിയിലെ ദീർഘനേരമുള്ള പ്രാർത്ഥനയിലൂടെയും ആർജിച്ചെടുത്ത ആത്മീയ ചൈതന്യം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളോട് ഉദ്ബോധിപ്പിച്ചു. അവസാന വെള്ളിയാഴ്ചയിൽ മസ്ജിദുകളിൽ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്നലെ 27-ാം രാവിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. മാർച്ച് 31-നോ അല്ലെങ്കിൽ ഏപ്രിൽ 1-നോ ആയിരിക്കും കേരളത്തിൽ ചെറിയ പെരുന്നാൾ. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. മഹത്തരമായ സംസ്കാരം ഉൾക്കൊള്ളുന്നതും പ്രകൃതി ഭംഗിയാൽ സമ്പന്നവുമാണ് വയനാടെന്ന് പ്രിയങ്ക ഗാന്ധി MP. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായി മാറിയ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രിയങ്ക ഗാന്ധി സുൽത്താൻ ബത്തേരി സപ്ത സ്പാ ആൻഡ് റിസോർട്ടിൽ 2 ദിവസത്തെ ദേശീയ ടൂറിസം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വയനാടിന്റെ എവിടെ പോയാലും സംസ്കാര സമ്പന്നമായ കാഴ്ചകളാണ് കാണാനാവുക. മനോഹരമായ സമതലങ്ങളും മലനിരകളും അരുവികളും കൊണ്ട് സമ്പന്നമായ കാഴ്ചകൾ. അത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു.
തദ്ദേശീയമായ സംസ്കാരങ്ങളാലും വയനാട് വേറിട്ടതാണ്. വയനാട് വേറിട്ടൊരു ടൂറിസം കേന്ദ്രമാണെന്നും അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് സുസ്ഥിരമാക്കണമെന്നും അതിനാവശ്യമായ നടപടികൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്നും അവർ പറഞ്ഞു. So experiential tourism is also very important. Few places in the world offer that diverse landscape that we have here. We have hills, tropical forests, rivers and other unique ecosystems. But they're not very well known. Even back in Delhi, people have heard of Ooty. But maybe because of the political, as you said, because of the politics of Wayanad, they hear of Wayanad, but not as a tourism destination in the way that it should be. വയനാട് ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ ഓഫ് ടൂറിസം ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ വയനാട് ടൂറിസം ഓർഗനൈസേഷന്റെ സഹകരണത്തോടെ ടൂർ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി നടത്തുന്ന ദേശീയ ടൂറിസം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി MP. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് സുഭാഷ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. ഫസൽകുട്ടി കൊള്ളാൽ, MLA മാരായ AP അനിൽകുമാർ, IC ബാലകൃഷ്ണൻ, T സിദ്ദീഖ്, വയനാട് ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് വാഞ്ചീശ്വരൻ, രാമനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസത്തെ കൺവെൻഷന്റെ ഭാഗമായി B2B മീറ്റ് നടന്നു. നാളെ ടൂർ ഓപ്പറേറ്റർമാരുമായി ചർച്ച, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സന്ദർശനം എന്നിവയും നടക്കും. മലനാട് ന്യൂസ്, ബത്തേരി. വടക്കനാട് പ്രദേശത്തെ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനാവശ്യമായ ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്തയക്കുമെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. സുൽത്താൻ ബത്തേരി മുതൽ വടക്കനാട് വരെയുള്ള റോഡ് നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും അവർ പറഞ്ഞു. വടക്കനാട് 50 ഏക്കറിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി MP. മുൻ MP AK ആന്റണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 25 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി MP. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട വടക്കനാട്ടുകാർ നടത്തിയ സമരത്തെ അഭിനന്ദിച്ച പ്രിയങ്ക ഗാന്ധി അന്ന് പ്രഖ്യാപിച്ച ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാരിന് കത്തയക്കുമെന്നും പറഞ്ഞു. കൂടാതെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും വടക്കനാട് വരെയുള്ള റോഡ് നവീകരിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കൂട്ടിച്ചേർത്തു. വടക്കനാട് 50 ഏക്കറിൽ നിർമ്മാണം പൂർത്തീകരിച്ച സാംസ്കാരിക നിലയം ഗോത്രവിഭാഗത്തിന്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു. And so when I go back, I will write to the state government requesting them that your original demand for the crash guard fence should be respected and they should make that over here. നൂൽപ്പുഴയിലെ വികസനത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷിനെ പ്രിയങ്ക ഗാന്ധി അഭിനന്ദിച്ചു. ചടങ്ങിൽ IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മലനാട് ന്യൂസ്, ബത്തേരി. സ്ത്രീകളുടെ അത്രയും ശക്തിയുള്ള മറ്റൊന്നും ഈ ലോകത്തിലില്ല. പ്രിയങ്ക ഗാന്ധി MP. അവകാശങ്ങൾക്കായി പോരാടാൻ സ്ത്രീ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണം. അതല്ലെങ്കിൽ സ്ത്രീകൾ ഇനിയും സമൂഹത്തിൽ ചൂഷണം ചെയ്യപ്പെടുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. മീനങ്ങാടിയിൽ ജാഗ്രതാ സമിതി ഷീ ദ പവർ ഓഫ് വുമൺ എന്ന പേരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും 50% വരുന്ന സ്ത്രീ സമൂഹത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പറ്റില്ല. സ്ത്രീകളാണ് സമൂഹത്തിലെ ചാലകശക്തി. വീടിനും നാടിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം സ്ത്രീകൾ സ്വയം തിരിച്ചറിയണം. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സ്ത്രീകളുടെ പോരാട്ടവും എടുത്തുപറയേണ്ടതാണ്. നിറഞ്ഞ ഹാളിൽ സ്ത്രീകളുടെ ശക്തി വിളിച്ചോതുന്നതായി വനിതാ സംഗമം. Our society cannot move without us. Our children, our next generation cannot be brought up without us. We are the real workforce. We work outside in the fields, we work in offices, we work in schools. All of you have different areas of your work and you come home and you work. You work for society, you work for the family. Not just your worth as a woman, not just your worth in your family, not just your worth as a mother, as somebody who goes out and works in service of the community or to earn their own money or whatever your profession may be. തുടർച്ചയായി 4 തവണ ലഭിച്ച സ്വരാജ് ട്രോഫിയും തുടർച്ചയായി 2 തവണ ലഭിച്ച ജാഗ്രതാ പുരസ്കാരവുമെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. വിനയൻ മലയാളത്തിൽ പറഞ്ഞാലും എനിക്ക് കുറച്ചു മനസ്സിലാകുമെന്ന് പ്രിയങ്ക പറഞ്ഞു. Vinayanji was speaking in Malayalam, but I understood Kuruchu Kuruchu. And I understood that he talked about
the work that I did in Uttar Pradesh. 94-ാം വയസ്സിൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസം നേടിയ ഉണ്ണിയത്തമ്മ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കാർഷിക കർമ്മസേന തുടങ്ങിയവരെ സദസ്സിൽ ആദരിച്ചു. MLA-മാരായ IC ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് T സിദ്ദീഖ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. കൽപ്പറ്റ നഗര നവീകരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് 2 കോടി നീക്കിവച്ച കൽപ്പറ്റ നഗരസഭാ ബജറ്റ്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ O സരോജിനിയാണ് ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ശുചിത്വവും സമഗ്ര വികസനവും ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് TJ ഐസക് പറഞ്ഞു. ഭരണസമിതിയുടെ കാലയളവിലെ ഏറ്റവും മോശം ബജറ്റെന്നാണ് പ്രതിപക്ഷ ആരോപണം. അഡ്വക്കേറ്റ് TJ ഐസക് നേതൃത്വം നൽകുന്ന നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ O സരോജിനി ബജറ്റ് അവതരണം നടത്തി. ശുചിത്വവും നഗരത്തിന്റെ സമഗ്ര വികസനവും ലക്ഷ്യമാക്കിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് TJ ഐസക് പറഞ്ഞു. കൽപ്പറ്റ ടൗൺ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ നഗരസഭ നീക്കിവെച്ചു. കൗൺസിലിന്റെ അവസാനത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൽ 92,94,99,921 രൂപ വരവും 88,80,16,332 രൂപ ചെലവും 3,34,83,589 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. നഗരത്തിലെ മുഴുവൻ വീടുകളിലും സൗജന്യ കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ കഴിഞ്ഞത് ഭരണസമിതിയുടെ നേട്ടമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ടൗൺ ഹാൾ നവീകരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഈ ബജറ്റിലും തുക വകയിരുത്തിയിട്ടുണ്ട്. ദീർഘവീക്ഷണമില്ലാത്ത ബജറ്റെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ഭരണസമിതിയുടെ കാലയളവിലെ ഏറ്റവും മോശപ്പെട്ട ബജറ്റാണെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ശിവരാമൻ പറഞ്ഞു. എത്ര SKMJയില് കുട്ടികളടക്കം നിരന്തരം ഈ ഡ്രെയിനേജിൽ വീഴുന്ന അവസ്ഥയാണ്. വൈകുന്നേരമായാൽ ഇരുട്ടാണ്, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കണ്ണടച്ചിരിക്കുകയാണ്, വളരെ അപൂർവമായിട്ടുള്ളതേ കത്തുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. മുൻ ബജറ്റുകളുടെ തനി ആവർത്തനമല്ലാതെ പുതുമയുള്ള ഒരു പദ്ധതി പോലും ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പുൽപ്പള്ളി 56-ൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കൃഷിയിടത്തിൽ വലിയ തോതിൽ നാശം വരുത്തിയ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകൻ വാഴയിൽ ബേബി ഈ മാസം 14-ന് പഞ്ചായത്തിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. 17-ന് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ ചുമതലയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. തുടർന്ന് പുൽപ്പള്ളി പുൽപ്പള്ളി പഞ്ചായത്തിലെ പന്നിശല്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് ഈ ഓഫ് റോഡേഴ്സിന് കൂടി ഈ വെടിക്കാരുടെ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വാഹനം ഉപയോഗിച്ച് ആ തുറന്ന വാഹനത്തിൽ രാത്രി ശല്യങ്ങൾ കൂടുതലുള്ള സ്ഥലത്തൊന്ന് പോയി നോക്കാവുന്നൊരു പരിപാടിയുണ്ട്. 2 ഷൂട്ടർമാരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓടുന്ന വണ്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിക്കാം, കുഴപ്പമില്ല. നോമിനേറ്റ് ചെയ്യപ്പെട്ട കാതറിൻ റോസിന്റെ പോയട്രി ഓഫ് ദ ഹേർട്ട് എന്ന കവിതാ സമാഹാരം. ചെന്നൈ ഗ്രൂപ്പ് ഓഫ് നാരായണ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കാതറിൻ റോസ് നീലഗിരി ജില്ലയിലെ അയ്യൻകൊല്ലി മടത്തുംപടി വീട്ടിൽ ബേബിയുടെയും സൂസന്റെയും കൊച്ചുമകളാണ്. ഇന്ത്യ, അമേരിക്ക, UK എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബുക്ക് ലീഫ് പബ്ലിഷേഴ്സാണ് എമിലി ഡിക്കിൻസൺ അവാർഡ് നൽകുന്നത്. കുട്ടികളിലെ സാഹിത്യ അഭിരുചികൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് അവാർഡിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം സാഹിത്യ ലോകത്തേക്ക് കുട്ടികൾക്ക് നിരവധിയായ അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുകയുമാണ് ചെയ്യുന്നത്. കുട്ടിക്കാലം മുതൽ പഠനത്തിലും എഴുത്തിലും വായനയിലുമൊക്കെ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ചിരുന്ന കാതറിന് അർഹിക്കുന്ന വഴി തന്നെയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്നും എന്റെ ചുറ്റുപാടിൽ കാണുന്ന കാര്യങ്ങളാണ് പോയട്രി ഓഫ് ദി ഹാർട്ട് എന്ന പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്നത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഫ്രാൻസ് കാഫ്ക, അഗത ക്രിസ്റ്റി, സിൽവിയ പ്ലാത്ത് ഇവരുടെ പുസ്തകങ്ങളാണ് എന്നെ അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. ഇതെന്റെ ആദ്യത്തെ പുസ്തകമാണ് പോയട്രി ഓഫ് ദി ഹാർട്ട്. വേൾഡ് പോയട്രി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ എന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ
എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നായ്ക്കളെ ഏറെ ഇഷ്ടപ്പെടുന്ന കാതറിന്റെ വീട്ടിലെ കൂട്ടുകാരാണ് ടോമി, ടിയ, ടൈനി, ബെല്ല, ബണ്ണി എന്നീ ഓമന പേരുകളിൽ വിളിക്കുന്ന നായക്കുട്ടികൾ. ഇതിനൊക്കെ പുറമെ ഗിത്താറും ഏറെ ഇഷ്ടമാണ് കാതറിന്. നല്ലൊരു സ്പോർട്സ്കാരി കൂടിയായ കാതറിന് ഒരു ബഹിരാകാശ യാത്രികയാകണം എന്നാണ് ആഗ്രഹം. ഒപ്പം എഴുത്തും വായനയും കൂടെ കൊണ്ടുപോകണം. കൊച്ചുമകളുടെ അംഗീകാര നിറവിൽ ഏറെ സന്തോഷത്തിലാണ് അയ്യങ്കൊല്ലിയിലെ മടത്തുംപടി വീട്ടിലെ ബേബിയും സൂസണും. ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സപ്പായ കേരള ടീമിനെ ആദരിച്ച് വയനാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ. ടീമിന്റെ തിളക്കമാർന്ന വിജയത്തിന് പിന്നിലെ ചാലകശക്തിയും ജില്ലയുടെ അഭിമാനവുമായ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നാസിർ മച്ചാനെയും ചടങ്ങിൽ ആദരിച്ചു. പോയ വർഷങ്ങളിൽ ലീഗ് റൗണ്ടിൽ തന്നെ പുറത്തായ കേരള ടീം ഈ വർഷം ആദ്യമായാണ് രഞ്ജി ക്രിക്കറ്റ് ഫൈനലിലേക്ക് എത്തുന്നത്. ഫൈനലിൽ വിദർഭയോട് തോറ്റെങ്കിലും ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെ സസ്പെൻസിന്റെ ത്രില്ലടിപ്പിച്ച സെമി പോരാട്ടത്തിലെ മികവ് ക്രിക്കറ്റ് കളി ആരാധകർക്ക് ഒരിക്കലും മറക്കാനാകില്ല. ഇതിന്റെ സന്തോഷത്തിൽ ആദ്യമായി ജന്മനാട്ടിൽ സ്വീകരണമൊരുക്കിയ ഭാരവാഹികളോടും രഞ്ജി ട്രോഫി താരങ്ങളോടും മറ്റുള്ളവരോടുമുള്ള നന്ദി അർപ്പിക്കുകയാണ് നാസിർ മച്ചാൻ. എനിക്കിവിടെ തന്ന ആദരത്തിന് വളരെ നന്ദി എല്ലാവരോടും പറയുന്നു. കുറെ കാലത്തെ ക്രിക്കറ്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഒരു നിമിഷം രഞ്ജി ട്രോഫിയും കൊണ്ട് വരാൻ കഴിഞ്ഞതിൽ, അതിന്റെ വാർത്താകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സന്തോഷം പങ്കിടുന്നതിനായി നടത്തിയ ഇഫ്താർ വിരുന്നിൽ WCA ഭാരവാഹികൾ, KCA അക്കാദമി പ്ലെയേഴ്സ്, ജില്ലാ താരങ്ങൾ, ജീവനക്കാർ എന്നിവരുൾപ്പെടെ 150ഓളം ആളുകൾ പങ്കെടുത്തു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്പോർട്സ് ഇഞ്ചുറി ഹെഡ് ഡോക്ടർ ഷെല്ലീർ ജോസ് വിശിഷ്ടാതിഥിയായി. വയനാട്ടിലത്തെ ക്രിക്കറ്റിന്റെ എന്തൂസിയാസം ഈ വരുന്ന കുട്ടികളുടെ മുഴുവൻ ഉണ്ടാവാൻ കാരണം ഒരു നാസിർ മച്ചാന്റെ എഫേർട്സ് കാരണമാണ്. അപ്പൊ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ് വയനാട് ക്രിക്കറ്റ് അസോസിയേഷനെ. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സമദ് MK, TR ബാലകൃഷ്ണൻ, ജാഫർ സേഠ്, ബ്രിജേഷ് K തുടങ്ങിയവർ സംസാരിച്ചു. മലനാട് ന്യൂസ്, മീനങ്ങാടി. വൺ സ്കൂൾ വൺ ഗെയിം പദ്ധതി വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ കായിക ലഹരിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൺ സ്കൂൾ വൺ ഗെയിം പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്നത്. കായിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 39 ഹൈസ്കൂളുകൾക്കാണ് കായിക ഉപകരണങ്ങൾ വാങ്ങി നൽകിയത്. മുട്ടിൽ WMO ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പ്രിയങ്ക ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിത രീതി പടുത്തുയർത്തുന്നതിന് കായിക പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു. In the next phase, I believe the district panchayat will also be appointing PT teachers wherever the posts are vacant, and I think that's a very welcome thing. ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ബേസ്ബോൾ, സൈക്കിൾ പോളോ തുടങ്ങിയ വിവിധ കായിക ഇനങ്ങളാണ് ഓരോ സ്കൂളുകളുടെയും സൗകര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത് നൽകിയത്. കായിക ഉപകരണങ്ങൾ വാങ്ങി നിറഞ്ഞ മനസ്സോടെയാണ് കുട്ടികളും അധ്യാപകരും പിരിഞ്ഞത്. നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത 2ാം സ്ഥാനം കരസ്ഥമാക്കിയ GHS പനമരം സ്കൂളിലെ നസ്മ ഫാത്തിമ തങ്ങൾക്ക് ആവശ്യമായ സൈക്കിൾ തന്നെ കിട്ടിയതിലുള്ള സന്തോഷവും നന്ദിയും ജില്ലാ പഞ്ചായത്തിനോട് അറിയിച്ചാണ് മടങ്ങിയത്. സൈക്കിൾ പോളോ ഗെയിമിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് തരുന്ന സൈക്കിൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം ഞാൻ നാഷണൽ ഗെയിംസിൽ പോവുകയും കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത ടീം അംഗമാണ്. ഞങ്ങൾക്ക് ഈ സൈക്കിൾ സ്പോൺസർ ചെയ്ത ജില്ലാ പഞ്ചായത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 690, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 680, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 188, സ്വർണം പവന് 66,720, വെള്ളിഗ്രാമിന് 112 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. താമരശ്ശേരി ചുരത്തിൽ ബസ് തകരാറിലായതിനെ തുടർന്ന് 5 മണിക്കൂറിലേറെ ഗതാഗത തടസ്സം. ദീർഘദൂര യാത്രക്കാർ വലഞ്ഞു. ആശുപത്രികളിലേക്കും ട്രെയിൻ, എയർപോർട്ട് ആവശ്യങ്ങൾക്കുമുള്ളവർ
പെരുവഴിയിലായത് മണിക്കൂറുകൾ. ചുരത്തിലകപ്പെടുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ സംവിധാനമൊരുക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴായി. തളിപ്പുഴയിൽ വാഹനാപകടം, കാർ യാത്രക്കാർക്ക് പരിക്ക്. മാനന്തവാടി KSRTC ഡിപ്പോയിലെ റിസർവേഷൻ കൗണ്ടർ പൂട്ടിയത് യാത്രക്കാരെ വലയ്ക്കുന്നു. കൗണ്ടർ പൂട്ടിയത് ബുക്കിംഗ് കുറവാണെന്ന കാരണത്താൽ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യം. വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 14 ദിവസം നീണ്ടുനിന്ന ആറാട്ട് മഹോത്സവം സമാപനത്തിലേക്ക്. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ളവർ കാവിലേക്ക് ഒഴുകിയെത്തി. കാവും പരിസരവും ജനസാഗരമാകും. റംസാൻ വ്രതാനുഷ്ഠാനം പരിസമാപ്തിയിലേക്ക്. റംസാനിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക്. നോമ്പിലൂടെയും മറ്റ് ആരാധനകളിലൂടെയും ആർജിച്ചെടുത്ത ആത്മീയ വിശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു.